നമ്മുടെ നാടൻ വിഭവമായിട്ടുള്ള വാഴപ്പിണ്ടിയും പയറും കൂടി എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ തലേദിവസം തന്നെ പിണ്ടിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. പിണ്ടി അരിയാനായിട്ട് ഇപ്പോൾ എളുപ്പമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോപ്പർ വന്ന് പിന്നെ ഞാൻ എല്ലാ സാധനങ്ങളും അതിനകത്ത് തന്നെ ഇട്ടാണ് അരിയുന്നത് കേട്ടോ. ചെറുതായിട്ട് അരിയണതൊക്കെ അതിൽ തന്നെ ഇട്ട് അരിയും. അങ്ങനെ നമ്മുടെ ചോപ്പറിലിട്ട് നന്നായി ക്രഷ് ചെയ്തെടുത്ത് നമുക്ക് ഈ വിധത്തിൽ കിട്ടും. അതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. ഇനി നമ്മൾ പിറ്റേ ദിവസം രാവിലെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിണ്ടി. നമ്മൾ പയറും കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പയറും കൂടിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. രണ്ടും കൂടി ഒരുമിച്ച് വേവിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ടിനും നല്ല വേവുള്ള ഇതാണ്. അപ്പോൾ രണ്ടും നമുക്ക് ഒരുമിച്ച് വേവിക്കാം. നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിണ്ടിയിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവും, അതുകൊണ്ട് കുറച്ച് വെള്ളം മതി. അത് നമ്മൾ വേവിക്കാൻ വെച്ചു. ഇനി നമുക്ക് അത് കാച്ചാനായിട്ട് നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും കൊണ്ട് ചതച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഒരു ചട്ടി വെച്ച് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഉള്ളി നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ക്രഷ് ചെയ്ത മുളക് ഇട്ട് കൊടുക്കുക. അത് നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ചിരിക്കുന്ന പിണ്ടിയും പയറും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ പിണ്ടിയും പയറും ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ടോ.